ഡീമൺ സ്ലെയറിന്റെ 4th സീസണായ ഹാഷ്റ ട്രെയിനിങ് ആർക്ക് ഒഫീഷ്യലി അവസാനിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇറങ്ങിയ ഏറ്റവും ചെറിയ സീസൺ ഇതായിരിക്കുമെന്ന്. സോ ഈ സീസൺ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ബൈ ഫാർ ഏറ്റവും എൻഗേജിങ് അല്ലാത്തൊരു സീസണാണ് 4th സീസൺ. അതിലൊരു ക്യാച്ച് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് എപ്പിസോഡും സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡിന്റെ പകുതി തൊട്ടും വേറെ ലെവലാണ്. പക്ഷെ അതിന് മുന്നേ ഉള്ള എല്ലാ എപ്പിസോഡ്സും വളരെ പതുക്കെയാണ് പോകുന്നത്. നമുക്ക് സാധാരണ ഡീമൺ സ്ലെയർ എപ്പിസോഡ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലൊന്നും തന്നെ ഇല്ല എന്ന് പറയാം. സീസണിന്റെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ മൂസാനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് ഹാഷ്റാസ് ഉൾപ്പെടെയുള്ള ഡീമൺ സ്ലേയേഴ്സ് ട്രെയിൻ ചെയ്യുന്നതും പവർ അപ്പ് ആകുന്നതും ഒക്കെയാണ്. ഉള്ളത് പറയാലോ, എല്ലാ എപ്പിസോഡിലും ഇങ്ങനെ ട്രെയിനിങ് തന്നെ നമ്മൾ കണ്ട് മടുക്കും. കാരണം സ്റ്റോൺ ഹാഷറയായ കിയോമിയുടെ ട്രെയിനിങ് മാത്രമാണ് നമുക്കൊരു റെലവെന്റ് ആയി അല്ലെങ്കിൽ ഒരു പവർ അപ്പ് ഒക്കെ കിട്ടുന്ന പോലെ നമുക്ക് തോന്നുക. ബാക്കിയെല്ലാം ജസ്റ്റ് ഒരു പേരിന് വേണ്ടി ട്രെയിനിങ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ചില ട്രെയിനിങ് ഒക്കെ വലിച്ചു നീട്ടുന്ന പോലെ ഉണ്ടായിരുന്നു. മങ്കയിലെ ചെറിയ പോർഷൻ എടുത്ത് ഒരു വലിയ എപ്പിസോഡ് തന്നെ ഇവര് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ആവശ്യമേ ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മൂവി ആയിട്ട് റിലീസ് ചെയ്തിരുന്നതിൽ കുറച്ചുകൂടെ എൻഗേജിങ് ആയേനെ. അതിനുള്ള കഥയെ ഈ സീസൺ പറയുന്നു. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലാസ്റ്റ് 2 എപ്പിസോഡ് തീയാണ്. ഒരു കിഡിലൻ എൻട്രി ഒക്കെ സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡിലുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. മിക്കവാറും ഇൻസ്റ്റാഗ്രാം റീലിലൂടെ ഒക്കെ അത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവരുടെ ക്യൂരിയോസിറ്റി ഞാനായിട്ട് കളയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു മനസ്സിലാക്കുക. ആസ് ഓൾവേസ് ആനിമേഷൻ പീക്കാണ്. അതിന്റെ ക്വാളിറ്റി കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുമ്പോൾ കൂടിയിട്ടുണ്ടായാലേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇൻഫിനിറ്റി കാസ്റ്റിലേക്ക് ഇവരുടെ എൻട്രി ഒക്കെ വരുന്ന സീൻസ് എന്റെ ഒരു അത്ര നല്ല ആനിമേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ചില സീൻസിലെ ആനിമേഷൻ ഒക്കെ എടുത്ത് പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ പോകും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ബേസിക്കലി ഡീമൺ സ്ലേയേഴ്സിന്റെ കുറച്ച് ബാക്ക് സ്റ്റോറി ആൻഡ് ട്രെയിനിങ് ആർക്കാണ് ഈ സീസണിൽ പറയുന്നത്. അപ്പർ മൂൺസിന്റെ വലിയൊരു എൻട്രി ഒന്നും നമുക്ക് കിട്ടണില്ല. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് ഇവരിത് ഇത്ര വലിച്ചു നീട്ടിയത് എന്തിനാ എന്നാണ്. പിന്നെ ഹാഷറാസ് ആയ ഗിയുവിന്റെയും ഗ്യോമിയുടെയും ബാക്ക് സ്റ്റോറി വളരെ നല്ലതായിരുന്നു. അതറിയാനും ലാസ്റ്റ് എപ്പിസോഡ് കാണാനും വേണ്ടി നിങ്ങൾക്ക് സീസൺ കാണാം. കഴിഞ്ഞ സീസൺസ് വെച്ച് നോക്കുമ്പോൾ എന്റെ ലീസ്റ്റ് ഫേവറേറ്റ് സീസൺ ആണ് സീസൺ 4. പിന്നെ ആകെ 8 എപ്പിസോഡ്സേ ഉള്ളൂ. സോ പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടു തീർക്കുകയും ചെയ്യാം. ഇതിന്റെ കൂടെ 3 ഇൻഫിനിറ്റി കാസ്റ്റിൽ ആർക്ക് മൂവീസ് കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം നമുക്ക്. ഞാൻ വീണ്ടും പറയുകയാണ്, ദ ലേറ്റസ്റ്റ് സീസൺ അത്ര രസമില്ല. പക്ഷെ ദ ലേറ്റസ്റ്റ് സീസണിലെ ലാസ്റ്റ് എപ്പിസോഡ് പ്രൈം ഡീമൺ സ്ലെയർ എപ്പിസോഡ്സ് പോലെ തന്നെയാണ് നമുക്ക് തോന്നുക. സോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അത്ര പെർഫെക്റ്റ് അല്ല, എന്നാൽ അത്ര ബോറില്ലാത്ത ഒരു നല്ല സീസണാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ആനിമ മൂവി സീരീസ് കോണ്ടന്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ പിഞ്ച് വാച്ച് സൈനിങ് ഓഫ്.